ദേവദൂതൻ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പശുവിനുള്ള കാടിവെള്ളം ശേഷം കയ്യേന്തി ലൈറ്റ് ഓഫാക്കി. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് വരുന്ന ചെറിയ പ്രകാശം മാത്രമായി അവിടം. ആളുടെ മുഖത്തേക്ക് അവൻ മുഖമടുപ്പിച്ചുകൊണ്ട് വന്നതും മനസ്സ് മടുപ്പിക്കുന്ന മണം അവളുടെ നാസികയിൽ കുത്തിക്കയറിയതും കത്തുന്ന കണ്ണുകളാൽ നോക്കി അവനെ അവൾ. ആ ചെറിയ പ്രകാശത്തിലും അവളുടെ കണ്ണിലെ കൃഷ്ണമണി തീ പോലെ കത്തുന്ന കണ്ടു അവൻ. എന്നതാണ് ഈ ഓപ്പയെ നോക്കി പേടിപ്പിക്കുന്നത് ചോദിച്ചുകൊണ്ട് അവളുടെ കഴുത്തിരിക്കിലേക്ക് അവൻ മുഖം താഴ്ത്തിയതും വയറിൽ എന്തോ കുത്തുന്നറിഞ്ഞ് കണ്ണുകൾ പേടിയോടെ താഴ്ന്നു. വിടുക നായേ പറഞ്ഞുകൊണ്ട് കത്തിയമർത്താൻ തുടങ്ങിയതും ആളുകളെ പിടുത്തമിട്ടിരുന്നവൻ ഇട്ടിരുന്ന ബനിയൻ പൊക്കി നോക്കിയതും കണ്ടു ചോര പൊടിഞ്ഞു വരുന്നത്. എടീ നിനക്കറിയില്ലടി ഈ ഫെലിക്സ് ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ കൈവിരൽ ചൂണ്ടിയതും ആ വിരൽ കയറി പിടിച്ചവൾ വേദന കൊണ്ട് അവരുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. നിനക്കും അറിയില്ല ഈ ജുവൽ ആരാണെന്ന്. പലവട്ടം ഞാൻ പറഞ്ഞതാ എന്റെ ദേഹത്തേക്ക് നിന്റെ ഈ വൃത്തിയിട്ട കൈ ഉയരുതെന്ന്. അവളുടെ അടുത്തുള്ള ചെറിയ പേനാകത്തി അവൻ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞവൾ. ശേഷം ടോപ്പിന്റെ ഇടയിലൂടെ പാനിന്റെ പോക്കറ്റിൽ തിരികിയ ശേഷം അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി മുന്നോട്ട് നടന്നു. അവൻ ചുമരിൽ തട്ടി നിന്നു. കൈ മാറിൽ പിണച്ചെട്ടി നിന്നുകൊണ്ട് കുറച്ചു ഉറക്കെ വിളിച്ചു ചോദിച്ചു അവൻ. ഹലോ, എത്ര നാള് കാക്കും നീ നിന്നെ ഒരിക്കലും എനിക്കായി കിട്ടും. ഞാൻ ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നിന്നെ എന്റെ ബെഡ്റൂമിൽ വരുത്തിക്കും മോളെ ഞാൻ. അന്ന് നിനക്ക് വെട്ടിയാ തീട്ട മുറിയാത്ത ഈ പേനാകത്തി പോരാതെ വരും. ഓർത്തു വെച്ചോ, പറയുന്ന ഫെലിക്സാ, ഫെലിക്സ് ജോൺ. അത് കേട്ടതും അവളവനെ തീപ്പാറുന്ന കണ്ണുകളാൽ നോക്കി. ശേഷം നീ ഒന്ന് ഞൊട്ടും പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ കയറാൻ തുടങ്ങിയതും മുന്നിൽ നിൽക്കുന്ന ആൾക്കാണ് ഞെട്ടലോടെ നോക്കിയവൾ. എന്നതാടി ഇവിടെ നീനെ ഞാൻ എപ്പോ മുതൽ തൊണ്ടകാരി വിളിക്കുന്ന ചോദിച്ചുകൊണ്ട് എളിയിൽ കൈകുത്തി നിന്ന് റീന. അത് മമ്മി, അവൾക്ക് ഞാൻ കൊണ്ടുവന്ന സ്പ്രേ വേണമെന്ന് പറയായിരുന്നു അല്ലേ ജുവൽ? ഒരാക്കിയ ചിരിയോടെ അവൻ കണ്ണിറുക്കി നോക്കി ചോദിച്ചു. അത് കണ്ടതും അവനെ രൂക്ഷമായി നോക്കിയവൾ. അതെങ്ങനെയാ? പെണ്ണിനെ കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കണ്ട കുറച്ച് ഇളക്കം കൂടുതലാ. അത് എന്റെ കൊച്ചിന്റെ അടുത്തോണ്ട് വേണ്ട കേട്ടോ. നിന്റെ ആ മയക്കലേ. കുറച്ച് ദേഷ്യത്തോടെ തന്നെയായിരുന്നു റീന അത് പറഞ്ഞത്. ഞാനല്ല, ഇവനാ പറയുമ്പോൾ അവളുടെ കണ്ണിൽ അവനോടുള്ള ദേഷ്യം നിറഞ്ഞു. എന്താടി നീ എന്റെ കൊച്ചിനെ നോക്കി പേടിപ്പിക്കുന്ന അസത്തെ? പോയി ആ ബീഫ് ഇളക്കിയിടറി. എന്നിട്ട് പോയി അമ്മച്ചിയെ നോക്ക്, അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. വയറ്റീന്നെങ്ങാനും പോയി കാണും. പോയി ആ ഡയപ്പർ മാറ്റി കൊടുക്ക്. ഒരു പണിയും ചെയ്യാൻ അങ്ങനെ തുള്ളിക്കൊണ്ട് നടന്നോളും പറഞ്ഞുകൊണ്ട് ഫെലിക്സിന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നിരുന്നവർ പോകുന്ന പോക്കിന് അവൻ അവളെ നോക്കിയെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അത് കണ്ടത് ഒരു ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു അവൾ. ശേഷം അടുക്കളയിലേക്ക് ചെന്നു. ചട്ടിയിലെ കറിയുടെ അടപ്പ് മാറ്റി ഇളക്കിയിട്ട് ഒരു തവിയിൽ ഒരു കഷ്ണമെടുത്ത് വേവ് നോക്കി തിരികെ അടച്ചു വെച്ച് ഗ്യാസ് ഓഫാക്കി ഹാളിലൂടെ നടക്കുമ്പോൾ കണ്ടു എല്ലാവരും പ്രാർത്ഥനയിൽ ഇരിക്കുന്നു. വല്യമ്മച്ചിയുടെ റൂമിലേക്ക് ചെന്ന് കയറിയതും മണം വന്നു. ശേഷം അവൾ റൂമിലേക്ക് കയറി. കണ്ണുകൾ മുകളിലേക്ക് നോക്കി കിടക്കുന്ന അവരുടെ നെറ്റിയിലൂടെ ഒന്ന് തലോടി. വല്യമ്മച്ചി പണി ഒപ്പിച്ചു അല്ലേ? അവളത് ചോദിച്ചു. ദയനീയമായി നോക്കി ചിരിച്ചു അവർ. എന്നാ ചെയ്യാനാ, എന്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കരുതെന്നുണ്ട്, പക്ഷേ എന്റെ വിധിയാ പറയുമ്പോൾ ആ കൺകോണിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ കൈകൊണ്ട് തുടച്ചു അവൾ. അയ്യേ അന്നമ്മ കരയാണോ? ദേ എന്റെ ധൈര്യം തന്നെ അന്നമ്മയാ, കേട്ടല്ലോ പറഞ്ഞുകൊണ്ട് അവർ ചെരിച്ചിടത്തി നൈറ്റ് പൊക്കിയ ശേഷം ഡയപ്പർ ഊരി വൈപ്പർ വെച്ച് തുടച്ചെടുത്ത ശേഷം പൗഡർ ഇട്ട് മേശവലിപ്പിൽ നിന്ന് പുതിയ ഡയപ്പർ എടുത്ത് ഇട്ടുകൊടുത്തു. ശേഷം നൈറ്റിയും മാറ്റിയിട്ട് പുതപ്പും പുതപ്പിച്ചു കൊടുത്തു.
ഈ കിടപ്പ് കിടത്താതെ എന്നെ കർത്താവ് തമ്പുരാൻ അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ ഓർത്തു പോവും. പിന്നെ ഞാനും കൂടി പോയാ എൻ്റെ കുട്ടിക്ക് ആരും ഇല്ലാതാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ജീവൻ പോയാലും നിന്നെ ഇവിടുന്ന് ഇറക്കി വിടും ഈ ചെകുത്താൻ കൂട്ടങ്ങൾ. അവരത് പറഞ്ഞു. ഒന്ന് ചിരിച്ചവൾ. അതിന് എൻ്റെ അന്നമ്മ തൽക്കാലം ഇപ്പം ഇങ്ങോട്ട് പോകുന്നില്ല ഏട്ടല്ലോ. കർത്താവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ അടുത്തായി മുട്ടുത്തിയിരുന്നു. വല്യമ്മച്ചി അധിക നാളില്ല പൊന്നെ. അതിനു മുമ്പ് നിന്നൊരാളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ മതിയെന്നേ ഉള്ളൂ എനിക്ക്. ആരുടെ കൈകളിൽ? നടന്നു തന്നെ. ഈ തന്തയും തള്ളയില്ലാത്ത എന്നെ ആര് കെട്ടാൻ എൻ്റെ അന്നം പോവും? ഇപ്പൊ ഒരു രാജകുമാരൻ പേർഷ്യയിൽ നിന്ന് കാത്തിരുന്നു. അല്ല പിന്നെ അതൊക്കെ വരും. ഒരു ദൈവപുത്രൻ എൻ്റെ കുഞ്ഞിനെ ഈ നരകത്തിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരും. നീ നോക്കിക്കോ. വല്യമ്മച്ചിയാ പറയുന്നത്. എന്നിട്ട് നിന്നെയും കൊണ്ട് ദൂരെ പോകും. ഒത്തിരി ഒത്തിരി ദൂരെ. ആർ കണ്ണുകൾ നിറച്ച് പറഞ്ഞുവെങ്കിലും അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷ നിറഞ്ഞിരുന്നു. എന്നെല്ലാം നടക്കാത്ത സ്വപ്നം എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് അന്നമ്മോ. ആര് വരാനാ ഇവിടെ? നേരത്തും കാലത്തൊന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ നേരല്ല മനുഷ്യന്. അപ്പോഴാ ദൈവപുത്രൻ പറഞ്ഞുകൊണ്ട് അവരുടെ നെറ്റിയിൽ ഉമ്മ വെച്ചവൾ. അതെ, ഞാൻ കുളിച്ചിട്ട് വരാം. നേരെ അപ്പടി അഴുക്കാം. എന്നിട്ട് കഞ്ഞിണ്ട് വരാം. എന്നാ കിടന്നോ, ഞാൻ പാട്ട് വെച്ച് തരാം. അതും പറഞ്ഞുകൊണ്ട് ഒരു പഴയ സാംസങ് ഫോൺ എടുത്ത് അതിൽ ഭക്തിഗാനം വെച്ച് തലയുടെ അരികിൽ വെച്ചു കൊടുത്തു. എന്നാ ഞാൻ കുളിച്ചേച്ച് വരാം. അതുവരെ അന്നമ്മ കുറച്ച് ഭക്തിമാർഗം കേട്ട് കിടന്നു. അല്ലാതെ ഈ കുഞ്ഞിത്തലയിൽ വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കേണ്ട കേട്ടോ. വരുമ്പോ കഞ്ഞിയും കൊണ്ടുവരാം. അതും പറഞ്ഞ ആൾ അവിടെ നിന്നും പോയി. ഫോണിലൂടെ ഒഴുകിയെത്തുന്ന ഭക്തിഗാനം കേൾക്കുമ്പോഴും അവരുടെ കണ്ണിൽ നിറയെ അവളായിരുന്നു. അവൾ മാത്രം. വല്യമ്മച്ചിയിലൂടെ അറിയാം നമുക്ക് അവൾ ആരാണെന്ന്. ആ പോകുന്നവളാ എൻ്റെ പൊന്ന് ജുവൽ മരിയ ജോസഫ്, എൻ്റെ പൊന്നാങ്ങളിയുടെ മൂന്നാമത്തെ മോള്. അവൾക്കൊരു 6 വയസ്സുള്ളപ്പോൾ പോയതാ എല്ലാവരും കൂടി വേളാങ്കണ്ണിക്ക്. തിരിച്ചു വരുമ്പോൾ ഒരു വാഹനാപകടം. രക്ഷപ്പെട്ടത് എൻ്റെ പൊന്നു മാത്രം. മരിച്ചു എന്ന് കരുതി പുറത്തെടുത്തതാ. നേരിയ ശ്വാസം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ അവൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. എന്നാൽ അവളുടെ അപ്പനും, അതായത് എൻ്റെ പൊന്നാങ്ങളെയും അവളുടെ അമ്മച്ചിയും സഹോദരങ്ങളും അമ്മച്ചിയുടെ കുടുംബടക്കം 12 പേരെന്ന് സ്വർഗരാജ്യം പൂണ്ടപ്പോൾ എൻ്റെ പൊന്നിനെ മാത്രമാണ് കിട്ടിയത്. ആ സെമിത്തേരിയിൽ കരഞ്ഞുകൊണ്ട് നിന്നവളെ ഞാനും അച്ചായനും കൂടി ചേർത്ത് പിടിച്ച് പൊന്നുപോലെ നോക്കാൻ. എന്നാൽ അച്ചായനും പോയി ഞാനും കിടപ്പിലായതോടെ എൻ്റെ പൊന്നൊരു വേലക്കാരിയായി മാറി. പഠിത്തവും നിർത്തി അതിൻ്റെ. ഇപ്പൊ അത് ഈ വീട്ടിലെ കറിവേപ്പിലയാ. ആർക്കും വേണ്ടാത്ത കറിവേപ്പില. ഓരോന്നോർത്തും കണ്ണുകൾ നിറഞ്ഞ് ചാലിട്ടൊഴുകി. അവരുടെ കൈകൾ കിടക്കുന്ന ജപമാല മുറുകെ പിടിച്ചു കണ്ണുകൾ അടച്ച് കിടന്നവർ. കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ രക്ഷകനായി അവളെ ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ അയക്കില്ലേ നീ ആരെങ്കിലും എൻ്റെ പൊന്നിൻ്റെ രക്ഷക്കായി? അങ്ങനെ ഓരോന്നും മനസ്സിൽ പറഞ്ഞ് കണ്ണുകൾ ഇറുക്കി അടച്ച് കിടന്നു അവർ. അന്നമ്മ ജോസഫ്. മഞ്ഞാൽ മൂടി നീണ്ടു പൊളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ ആ ബുള്ളറ്റ് അതിന്റെ യഥാസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. ആ കുന്നിൻ മുകളിലെ ചെറിയ കടയ്ക്ക് മുന്നിലായി ബുള്ളറ്റ് ചെന്ന് നിന്നു. ശേഷം ഹെൽമെറ്റ് ഊരി മിററിൽ കൊളുത്തി ആ കുന്നിൻ മുകളിലെ പാറയിലേക്ക് കയറി നിന്നവൻ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ട് ശ്വാസം വലിച്ചെടുത്തു. ചിരിയോടെ തിരിഞ്ഞ് അവിടെ കണ്ട തടിബെഞ്ചിൽ ഇരുന്നുകൊണ്ട്, ചേട്ടാ ഒരു ചായ, വളരെ നേരത്തെ സ്വരത്തിൽ അവൻ പറഞ്ഞു. ശേഷം കൈകൾ രണ്ടും കൂട്ടിമുട്ടിച്ച് കവിളിൽ വെച്ച് കടക്കാരൻ ചായ കൊണ്ടു കൊടുത്തും അതൊരു ചിരിയോടെ വാങ്ങി ഒരു കവിൾ ഊതി കുടിച്ചുകൊണ്ട് ചോദിച്ചു, ചേട്ടാ ഈ ആനമലയിലേക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇവിടെ നിന്ന് ഇനി ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. വഴിയെല്ലാം നല്ല വളവാണല്ലോ മോനെ. പിന്നെ കണ്ണടിപ്പിക്കുന്ന മഞ്ഞും. അല്ല മോനെ എവിടേക്കാ പോണ്ട്? ആനമല പള്ളിക്കടുത്തേക്ക്. മോന്റെ പേരെന്താ? ഇമ്മാനുവൽ, ഫാദർ ആൽബർട്ട് ഇമ്മാനുവൽ. ഒരു ചിരിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് അതിൽ നിന്ന് ചായയുടെ പൈസ എടുത്തുകൊണ്ട് അയാളുടെ കൈകളിൽ കൊടുത്ത് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും, അല്ല മോനെ ബാക്കി വേണ്ട, ബാക്കി ചേട്ടൻ വെച്ചു. ഒരു ചിരിയോടെ തന്നെ പറഞ്ഞ് മിററിൽ കൊളുത്തിയ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ച ശേഷം ബുള്ളറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പാഞ്ഞു. അലാം നിർത്താതെ അടിച്ചതും തലവഴി പുതച്ചിരുന്ന പുതപ്പിനെടുത്ത് മാറ്റി കൈനീട്ടി അലാം ഓഫ് ചെയ്തു. ശേഷം അഴിഞ്ഞിടുന്ന മുടി വാരിയെടുത്ത് ഉയർത്തിക്കെട്ടി കഴുത്തിൽ കിടന്ന കൊന്തയിൽ കൈപൊത്തി പിടിച്ച് പ്രാർത്ഥിച്ചു. കുരിശു വരച്ച് മുത്തി എഴുന്നേറ്റു. കണ്ണ് അടുത്ത് കട്ടിൽ കിടക്കുന്ന വല്യമ്മച്ചിയിലേക്ക് നീണ്ടു. പാവം നല്ല ഉറക്കമാണ്. ഉള്ളിൽ നിരാശയും വിഷമവും നുരഞ്ഞു പൊന്തി. കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ തുള്ളികൾ തുടച്ചു. ശേഷം എഴുന്നേറ്റുകൊണ്ട് വല്യമ്മച്ചിയുടെ കവിളിൽ ഉമ്മ വെച്ചു.
ശേഷം മേശയിൽ വെച്ചിരിക്കുന്ന ബൈബിൾ എടുത്തോട്ട് പ്രാർത്ഥിച്ചു തുറന്ന് അതിലെ വാചകം ചൊല്ലി. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, മറിച്ച് ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വാചകം വായിച്ച ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്ത് വലിച്ചുവിട്ട് എഴുന്നേറ്റു. ബെഡ് എടുത്ത് മടക്കി വെച്ച് കട്ടിലിന്റെ അടിയിലേക്ക് വെച്ചുകൊണ്ട് നിവർന്നു. വല്യമ്മച്ചിയുടെ സൈഡിലുള്ള ജനൽപ്പാളി തുറന്നു. ഒരു ഇളം കാറ്റ് അവളെ തഴുകിപ്പോയിരുന്നു. ഒരു ചിരിയോടെ വല്യമ്മച്ചിയെ നോക്കി ശേഷം അടുക്കളയിലേക്ക് നടന്നു. ഗ്യാസ് കത്തിച്ച് അതിൽ കുടിക്കാനുള്ള വെള്ളം വെച്ചു. ശേഷം പുറത്തേക്ക് ലൈറ്റിട്ട് തൊഴുത്തിലേക്ക് നടന്നു. തൊഴുത്തിൽ കയറിയതും എളിയിൽ കൈകുത്തി നിന്നു. 2 പശുവും 3 കിടാവുമാണുള്ളത്. നിലത്ത് നിരന്ന് കിടക്കുന്ന ചാണകത്തിലേക്ക് മുഖം ചുളിച്ച് നിന്നു അവൾ. ശേഷം, എന്റെ കർത്താവേ, എന്തോന്ന് തള്ളി മക്കളീ കാണിച്ചു വെച്ചിരിക്കുന്നേ? തിന്നാ തൂറ, വീണ്ടും തിന്നാ തൂറ. അതിനെങ്ങനെയാ? ജോലി ഇവിടെ ഒരു പണിയില്ലാണ്ട് ചുമ്മാ ഇരിക്കാനുള്ള അല്ലേ? ആ പൂതനെ പോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടോ? അല്ലെങ്കിലും ജോലിനെ സ്നേഹിക്കാൻ ആരാ ഉള്ളു? ഞാൻ ഒരു അനാഥയാണല്ലോ. ആർക്ക് വേണമെങ്കിലും പന്തട്ടുന്ന പോലെ തട്ടിക്കളിക്കാൻ മാത്രമുള്ള ഒരു ജന്മം. ജുവൽ, നീ ഒരു സുന്ദരിയാ, വരും രാജകുമാരൻ അങ്ങ് പേർഷ്യയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ ചിരിച്ചു അവൾ. എന്നതാടി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരിളക്കം? പാലുകൊണ്ട് കൊടുക്കാൻ നോക്ക്, റീന ദേഷ്യത്തോടെ പറഞ്ഞു. അഴയിൽ നിന്നും ഷോൾ എടുത്ത് അലയിലൂടെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു. സൈക്കിൾ എടുത്ത് 1 കിലോമീറ്റർ ദൂരം ഒരു ഇടവഴി കടന്ന് റോഡിലേക്ക് ഇറങ്ങി. മഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങിയതുപോലെ വെള്ള പുതച്ചിട്ടുണ്ട്. ഒരു ഇളം കാറ്റും. ആഹാ, ഇതാരും ജുവലാ, ഇന്ന് നേരത്തെയാണല്ലോ. പാലിളക്കുന്ന കറവക്കാരൻ ജോണി ചേട്ടൻ ഒരു വഷളം ചിരിയോട് ചോദിച്ചു. ഒന്ന് ചിരിച്ചു കാണിച്ചു. ശേഷം ബുക്കയാൾക്ക് നേരെ നീട്ടി. എന്നാലും എന്റെ കൊച്ചേ, നീ വല്ലാണ്ടെങ്കിൽ ക്ഷീണിച്ചു പോയല്ലോ. കളത്തിങ്ങക്കാരൻ നിനക്ക് തിന്നാനൊന്നും തരുന്നില്ലയോ കൊച്ചേ? ചോദിച്ചുകൊണ്ട് അയാളുടെ കണ്ണുകൾ ദേഹം അളക്കുന്ന കണ്ടതും അയാളുടെ കയ്യിൽ നിന്ന് ബുക്ക് തട്ടിപ്പറിച്ചു. അതെ ചേട്ടാ, പാലളക്കാൻ കൊണ്ടുവന്ന് അത് അളന്നാ മതി കേട്ടോ, അല്ല എന്റെ ശരീരം അളക്കാൻ നിൽക്കണ്ട. ആളുടെ സംസാരത്തിൽ അയാളുടെ മുഖം കറുത്തു. കേട്ടുന്നവരടക്കം എല്ലാവരും ചിരിച്ചു. പള്ളിയുടെ മുന്നിലെത്തിയതും സൈക്കിൾ നിർത്തി അതിൽ നിന്ന് ഇറങ്ങി. ശേഷം സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചു. ശേഷം പാന്റിൽ വയറിനോട് ചേർത്ത് വെച്ചിരുന്ന പേഴ്സ് എടുത്ത് സൈക്കിൾ ബോക്സിൽ നിന്ന് 2 മെഴുകുതിരിയും എടുത്തു. ശേഷം പടികൾ കയറി ചെരുപ്പൂരി ആരോ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിൽ നിന്ന് തീ പടർത്തി അവിടെ കത്തിച്ചു വെച്ചു. ശേഷം കുരിശു വരച്ചു പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് വരാൻ കേട്ടോ. ഇന്നുള്ള ഈ 2 തിരി തൽക്കാലം പിടിക്ക്. എന്തോ ചെയ്യാനാ, ജോലിന് നേരമില്ല, അതല്ലേ? ഇനി ഈ പടി മുഴുവനും കയറി മുകളിലെത്തുമ്പോഴേക്കും നേരം പോകും. അതെ, ഇനിയുള്ള പൂജിതയായ ദിവസമാണ്. അതറിയില്ലേ കർത്താവിന്? അറിയാം. വലിയമ്മച്ചി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്ന ഇവിടെയല്ലേ. എന്നാലേ ജോൽ പോവാട്ടോ, അല്ലെങ്കിൽ ചെവിക്ക് സ്വൈര്യമില്ല ചെകുത്താൻകൂട്ടങ്ങള്. എന്നാ പോട്ടെ. പോകുമ്പോൾ ഭണ്ഡാരത്തിൽ സില്ലറ തൊട്ടുകൾ ഇടാൻ അവൾ മറന്നില്ല. സൈക്കിൾ സ്റ്റാൻഡ് തട്ടി ഒന്തിക്കൊണ്ട് നടന്നവൾ. റോഡിന്റെ ഒരു വശം കുത്തനെയുള്ള കുന്നും മറുവശം നല്ല താഴ്ചയുമാണ്, ഒരു കൊക്ക പോലെ. ഈ വെളുപ്പിന് 4:30 സമയം. ആരും തന്നെ അവിടെ ഇല്ല. പോരാഞ്ഞു മൂടിക്കിടക്കുന്ന മഞ്ഞു നല്ല കുളിരും. അരികെ ചേർന്ന് നടന്നു. ആരോ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു. അവളുടെ സൈക്കിൾ നിലത്തേക്ക് മറിഞ്ഞു. അവൾ ആരുടെയോ നെഞ്ചു താങ്ങിയാണ് നിൽക്കുന്നതെന്നറിഞ്ഞു. താൻ വെറുക്കുന്ന ആ നാറ്റം തന്നെ വന്ന് പൊതിയുന്ന പോലെ. മുഖമുയർത്തി നോക്കിയതും കണ്ടു ആ പുകമഞ്ഞിൽ നേരിയ വട്ടത്തിൽ ഒരു പകപ്പോടെ തന്നെ നോയിച്ചിരിക്കുന്ന ഫെലിക്സിനെ. അവന്റെ കണ്ണിൽ നിറയുന്ന ഭാവം കണ്ടതും അവന്റെ നെഞ്ചിൽ ആഞ്ഞു തള്ളി. ശേഷം വയറിൽ തപ്പിക്കൊണ്ട് നിന്നു. അത് കണ്ടത് ഒരു ചിരിയോടെ ആ പേന കത്തി അവൾക്ക് നേരെ നീട്ടിയപ്പോൾ ഒരു പകപ്പോടെ ആ കത്തിയിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയവൾ. ഇതാണോ ജുവൽ നീ നോക്കുന്നത്? തൊഴുത്തിന്റെ വാതിൽക്കൊന്ന് വീണിട്ടിയതാ. അത് കണ്ടപ്പോ ഇച്ചാൻ കരുതി ഇത് മോൾക്ക് കൊണ്ടുവന്ന് തരാന്ന്. അങ്ങനെ വന്നതാ. ഏതാ എടുത്തോ. അല്ല, ഈ വെളുപ്പിന് 4:30 സമയം. അത് ഈ വഴി ഒരു ഈച്ചക്കുഞ്ഞു പോലും ഇല്ലല്ലോ എന്റെ മോളല്ലാതെ. ഒരു വഷളച്ചിരിയോടെ മീശയുടെ തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ടവൻ ചോദിച്ചു. അത് കേട്ടതും അവനെയും തള്ളി മാറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവളുടെ മുടിയിൽ പിടുത്തമിട്ട് അവൻ വേദന കൊണ്ട് പുറകോട്ട് ആഞ്ഞുപോയി. അവൾ വീട്ടിൽ പോന്നി പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ ആഞ്ഞു കടിച്ചതും വേദന കൊണ്ട് അവളുടെ മുടി വിട്ടിരുന്നവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ശേഷം അവളുടെ കവിളിൽ മാറി മാറി ആഞ്ഞടിച്ചു. അവൻ കവിൾ പറയുന്ന വേദനയോടെ ആ നടു റോട്ടിൽ വീണുപോയി. കൈമുട്ടുരഞ്ഞതും വേദന കൊണ്ട് കണ്ണ് ചിമ്മിപ്പോയി അവൾ. അപ്പോഴേക്കും വീണ്ടും 2 കൈകളിൽ അവൾ ഉയർത്തിയെടുത്തു. അവൻ കൊതറാതെടി മോളെ, മര്യാദക്കാണെങ്കിൽ ഞാനോ തരും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. നിന്റെ മണം, അങ്ങ് മരുഭൂമിയിലിരിക്കുമ്പോഴും നിന്റെയും മണം, ചെപ്പകത്തിന്റെ ഒരു തരം മണ നിനക്ക്. മത്ത് പിടിപ്പിക്കുന്ന മണം. പിന്നെ നിനക്കുണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? ഏകദേശം 23 വയസ്സായില്ല നിനക്ക്.
നിന്നെ കാലി കെട്ടാനാ. അതുകൊണ്ട് ഞാൻ തരാം നിനക്ക് വേണ്ടതെല്ലാം. പോള ചെറ്റി പോയി നിന്റെ അമ്മയോടെ എന്ന് പറ. നിന്റെ കഴപ്പ് തീർത്തരാൻ ഇത് ജൂവൽ മരിയ ജോസഫ് പറഞ്ഞുകൊണ്ട് കുതിരയിലും അവളെ ഇരുകൈയും കൂട്ടിപ്പിടിച്ച് തന്നെ നെഞ്ചോട്ട് വലിച്ചിട്ട് ഫെലിക്സ്. വീണ്ടും അവൾ കുതിരാൻ ശ്രമിക്കുമ്പോഴും താൻ പരാജയപ്പെട്ടു പോകുമോ എന്ന് പോലും ചിന്തിച്ചു പോയി അവൾ കണ്ണുകളൊരാശ്രയത്തിനായി അവിടെ മരഞ്ഞു നടന്നു. ആരുമില്ല, അത്രയ്ക്കും വിജനമാണ് അവിടെ. വേണ്ട ജുവൽ, നീ തോൽക്കും. അത് വേണ്ട. വാ, അങ്ങോട്ട് വാ. അവിടെ ഒരു ഷെഡുണ്ട്. ഒരു 10 മിനിറ്റ്, അത്രയും മതി പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം പൂഴ്ത്തിയവൻ. നഖം അമർത്തി അവന്റെ ശരീരം കൊളുത്തി വലിച്ചതും സർവ്വശക്തിയും എടുത്ത് പുറങ്കാലുയർത്തിയൊരു തൊഴിയായിരുന്നു അവൾ. വേദന കൊണ്ട് അവളിലെ പിടിവിട്ട് തിരിഞ്ഞോടാൻ തുടങ്ങി അവളുടെ ചുരിദാറിൽ പിടിച്ചു വലിച്ചും അതൊരു വശം മുഴുവൻ കീറി. എടി പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും തന്നിലേക്ക് വലിച്ചിടാൻ തുടങ്ങിയതും അങ്ങകലിൽ നിന്ന് ഒരു വെട്ടം ആ മഞ്ഞിനെ കീറി മുറിച്ചുകൊണ്ട് കാതടിപ്പിക്കുന്ന ഒച്ചയോടെ തങ്ങളിലേക്ക് വരുന്നതും ബുള്ളറ്റ് നിർത്തി ഹെൽമെറ്റ് വെച്ച ഒരാൾ ഇറങ്ങി വരുന്നതും കണ്ടു. ഏയ് വിടറോ പെൺകുട്ടിയെ, നിങ്ങൾ എന്താ കാണിക്കുന്നത്? അക്രമം കാണിക്കുന്നോ? തന്റെ രക്ഷകനായി വന്ന ആ സ്വരം ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന പോലെ ആ ബുള്ളറ്റിന്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് വരുന്ന വെളിച്ചം ആ മഞ്ഞിൽ തട്ടി പ്രതിധ്വനിച്ച് ആ വെട്ടത്തിലൂടെ നടന്നു വരുന്ന ആ രൂപം ഒരു നിമിഷം കണ്ണിമക്കാൻ നോക്കി നിന്നുപോയി. അയാൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന കണ്ടതും അവളെ പിടിച്ചള്ളി ഫെലിക്സ്. പെട്ടെന്നുള്ള അവന്റെ ആക്രമണത്തിൽ പാറയും കുറ്റിക്കാടും നിറഞ്ഞ ആ താഴ്ചയിലേക്ക് ഒരു നിമിഷം വീഴാനായി ഒരുങ്ങിയതും ഒരലർച്ചയോടെ വീണ് നെറ്റി പാറയിലിടിച്ച് താഴേക്ക് വീഴാതെ ആ പോതപ്പുള്ളി ഇരുകൈ കൊണ്ട് മുറുകെ പിടിച്ചു കിടന്നു. ഫെലിക്സിന്റെ ജീപ്പ് തന്നിൽ നിന്ന് അകലുന്നതിന്റെ ശബ്ദം കേട്ടതും ഭയമകന്ന് ആശ്വാസം നിറഞ്ഞു. ഏയ് കുട്ടി, കൈതാ. ആ സ്വരം അവളെ പിന്നെയും തേടി വന്നതും മുഖമുയർത്തി നോക്കി. നെറ്റിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോര പുരികങ്ങൾക്കിടയിലൂടെ കണ്ണിലേക്ക് ഒലിച്ചതും ഒരു നിമിഷം കണ്ണി ചിമ്മി തുറന്നു അയാളിലേക്ക് നോക്കി. അറിയാതെ തന്നെ അയാളിലേക്ക് അവൾ കൈനീട്ടിയതും അവളെ സർവ്വശക്തിയും എടുത്ത് മുകളിലേക്ക് പിടിച്ചു കയറ്റിയിരുന്നു. ആ നെഞ്ചിൽ തൊട്ടില്ലെന്ന രീതിയിൽ നിന്നും ആ കൈ അവളിൽ നിന്നും വിട്ട ശേഷം കുറച്ചകന്നു നിന്നു അയാൾ. അപ്പോൾ തന്നെ ഒരു പ്രത്യേക മണം പൊതിയെന്ന് അറിഞ്ഞു ചുവൽ. എവിടെ നിന്നോ ഒരു ഇളം കാറ്റ് തന്നെ തഴുകിപ്പോകുന്നതും നെറ്റിയിൽ നിന്ന് കണ്ണിലേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുന്ന ചോര കൈകൊണ്ട് തുടച്ചു മാറി തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ വീണ്ടും നോക്കി നിന്നു പോയി ജുവൽ തന്റെ രക്ഷകനെ. ഏയ് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആളെ നോക്കി ശാന്തമായി ചോദിക്കുന്ന അയാളെ നോക്കി നിന്നു പോയി അവൾ. വെളുത്ത കോട്ടൺ ജുബയും കോട്ടൺ പാന്റുമാണ് വേഷം. കുഞ്ഞിക്കണ്ണുകളും മനോഹരമായ ചിരിയും ശാന്തമായ ഐശ്വര്യം നിറഞ്ഞ മുഖവും മനോഹരമായ മീശയും നല്ല കട്ടത്താടിയും അയാളെ കൂടുതൽ സുന്ദരനാക്കുന്നു. പാന്റിന്റെ പോക്കറ്റിൽ നിന്നൊരു വെളുത്ത തൂവാലെടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ. ചോര തുടച്ചോളൂ. തൂവാല നീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അത് വാങ്ങി അതിന് നേരെ അടുപ്പിച്ചും അതിൽ മണം മൂക്കിലേക്ക് തുളഞ്ഞ് കയറി. ഒരു പുതിയ ഉണർവ് നൽകിക്കൊണ്ട് തന്നിലേക്ക് വമിക്കുന്നത് അറിഞ്ഞവൾ ചുണ്ടിലെ ചോര തുടച്ചും എരി വലിച്ചു പോയി. അയാൾ ആരാണ്? തന്നെ എന്തിനാ ഉപദ്രവിച്ച്? വിരൽ മുഖത്തിന് നേരെ ഞൊടിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. എന്താ? അവനെന്താണ് ചോദിച്ചതെന്ന് മനസ്സിലാകാതെ വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല, ഈ നേരത്തെ ഇയാൾ എങ്ങനെ ഇവിടെ വന്നു? അവനത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിലത്ത് വീണടക്കുന്ന സൈക്കിളിലേക്ക് നീണ്ടിരുന്നു. കണ്ടതും അവനും അതിലേക്ക് ഒരു വേള നോക്കിപ്പോയി. റോഡിൽ വീണടക്കുന്ന പാത്രങ്ങളും അതിൽ നിന്ന് ചെറുതായി ഒഴുകുന്ന പാൽത്തുള്ളികളും അവനുള്ള ഉത്തരമായിരുന്നു. വീട്ടിൽ ആണുങ്ങളാരുമില്ലേ പാൽ കൊണ്ടുകൊടുക്കാൻ? ചോദിച്ചുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന സൈക്കിൾ പൊക്കിയെടുത്തു. ശേഷം സ്റ്റാൻഡിൽ വെച്ചു. അയാൾ ആ വീട്ടിലുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് കിടക്കുന്ന പാത്രങ്ങൾ എടുക്കുമ്പോഴാണ് ഇരുന്ന ചുരിദാർ ഒരു വശം കീറി തൂങ്ങിയത് കണ്ടത്. ഇടം കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് അയാളെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ തന്നെ നോയി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പാത്രങ്ങൾ സൈക്കിളിൽ തൂക്കിയിട്ടു. ശേഷം ഷോളിനായി പരതി. അതും ആ പിടിവിലിൽ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഇരുട്ടുകാരനെ കാണാനും വയ്യ. അവളുടെ പരിങ്ങൾ കണ്ടതും തന്റെ കഴുത്തിൽ കിടന്ന സ്കാർഫ് എടുത്ത് അവൾക്ക് നേരെ നീട്ടിയവൻ. അത് മേടിച്ച് കഴുത്തിലൂടെ വിടർത്തിയിട്ട് അവൾ. തനിക്ക് എവിടെയാ പോവേണ്ടത്? ഞാൻ കൊണ്ടുവരണോ? വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. എനിക്ക് പേടിയൊന്നുമില്ല. വർഷങ്ങളായിട്ട് നടക്കുന്ന വഴിയാ. പിന്നെ പെട്ടെന്ന് അങ്ങനെ അയാൾ പെരുമാറിയപ്പോ എതിർക്കാൻ പറ്റില്ല. അതാ നന്ദിയുണ്ട്. അവന് നേരെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അതിനവനിൽ നിന്നുള്ള ഉത്തരം മനസ്സ് നിറക്കുന്ന മനോഹരമായ ചിരിയായിരുന്നു. ആ ചിരിയിലും തന്നെ മനസ്സ് കുടുങ്ങിപ്പോകുന്ന അറിഞ്ഞു അവൾ. പെട്ടെന്ന് മുഖം വെട്ടിച്ചു. ശേഷം സൈക്കിൾ സ്റ്റാൻഡിൽ നിന്നെടുത്ത് അതുമായി മുന്നോട്ട് നടന്നു. ഏയ് കുട്ടി, താൻ ഈയുടെ വകയിലുള്ളതാണോ? വിളിച്ചു ചോദിച്ചു അവൻ. ചോദ്യം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി. അങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവൻ. അതിനൊന്ന് മൂളിക്കൊണ്ട് മറുപടി പറഞ്ഞു. എന്റെ പേര് ജൂവലെന്നാ. ഓ, താനെന്നാ പോയിക്കോ, സൂക്ഷിച്ചു പോണം. അതും പറഞ്ഞുകൊണ്ട് സൗമ്യമായി ചിരിച്ചുകൊണ്ട് ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടന്നു അവൻ. അതിനുള്ള ഉത്തരമായി അവന് നോക്കി ഒരു ചെറിയ ചിരി സമ്മാനിച്ചുകൊണ്ട് സൈക്കിൾ കയറി പതിയെ മുന്നോട്ട് പോയിരുന്ന അവളും. പുറകെ ഒരു നിഴൽ പോലെ വരുന്നവനെ അവളും അറിയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു.
ആ മഞ്ഞിന്റെ കുളിരിൽ ദേഹമാകെ പടരുന്ന തണുപ്പിനെ ആദ്യമായി ഇഷ്ടപ്പെട്ടു അവൾ. വീടിന്റെ ഗേറ്റ് മുമ്പിലെത്തിയതും ഒന്ന് തിരിഞ്ഞു നോക്കി. കൈകെട്ടി ബുള്ളറ്റിൽ തന്നെ ഇരിക്കുന്നവനെ നോക്കി ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു ആ ബുള്ളറ്റിന്റെ ശബ്ദം നേർത്തു വരുന്നത്. വന്ന വെളിച്ചം അകലെന്ന് കണ്ടതും കഴുത്തിലിട്ടിരുന്ന ഷോൾ എടുത്ത് മുഖത്തോട് അടുപ്പിച്ചു. ഒരു നേർത്ത ചിരിയോടെ സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് പാത്രവും എടുത്ത് അടുക്കള വശത്തുകൂടി ചെന്ന് പൈപ്പിൻ ചുവട്ടിൽ നിന്ന് മുഖവും കൈയും കാലും കഴുകി. നെറ്റിയിലെ മുറിവിൽ വെള്ളം തൊട്ടതും നീറി വലിച്ചു. എടി നശിച്ചവളെ, നീ എന്താണ് ഇത്ര വൈകിയത്? ആരുടെ കൂടെ കറങ്ങി തിരിഞ്ഞിട്ടാടി നീ വരുന്നത്? റീനയുടെ ശബ്ദം കേട്ടതും ഒന്ന് മുഖമുയർത്തി നോക്കിയവൾ. ശേഷം ചുരിദാർ ടോപ്പിൽ തന്നെ മുഖം തുടച്ചു. അപ്പോഴും അവളുടെ കീറിയ ചുരിദാറിലും ഉലഞ്ഞ മുടിയിലുമായിരുന്ന കണ്ണുകൾ. നിങ്ങളുടെ മോനോട് ചോദിച്ചു നോക്ക്, അപ്പറിയാം. ദേഷ്യത്തോടെ അവർ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയതും അവളുടെ കൈമുട്ടിൽ പിടിച്ചു നിർത്തിയിരുന്ന റീന. മുറിയിൽ അവരുടെ കൈ കൊണ്ടതും വേദനിച്ചു അവൾക്ക്. എങ്കിലും ശൗര്യത്തോടെ തന്നെ നിന്നു. എന്താണ് നീ പറഞ്ഞ്? അകത്ത് മുറി കിടന്നിറങ്ങുന്ന എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറയുന്നോടി. ഞാൻ പാലുകൊണ്ടെടുത്ത് വരുമ്പോ വഴിയിൽ വെച്ച് എന്നെ കയറി പിടിച്ചു നിങ്ങളുടെ പുന്നാര മോൻ. പറഞ്ഞതും ഒരടിയായിരുന്നു അവളുടെ കരണം നോക്കി റീന. അടിയുടെ ശക്തിയിൽ ചുമരിലേക്ക് വേച്ചുപോയി ജുവൽ. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നതും അവരുടെ നേരെ വീഴ്ച ചൂണ്ടിക്കൊണ്ട് തിരിഞ്ഞു. ശേഷം, ദേ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തല്ലരുതെന്ന്. സ്വന്തം മോൻ തെറ്റിയതാലേ അതിന് എന്നെയല്ല തല്ലേണ്ടത്, അവനെയാ, ആ ഫെലിക്സിനെ. നിങ്ങൾക്കറിയാം അവനെന്നെ. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുവെങ്കിലും അവളുടെ ആ വാക്കുകൾ ഇടറിയിരുന്നു. എന്നിട്ട് നിങ്ങൾ അവന്റെ സൈഡാ. അതെന്തുകൊണ്ടാ? ഞാൻ ആരില്ലാത്തവളായതുകൊണ്ട്. ഒന്ന് നിർത്തിയ ശേഷം, ഇനിയെങ്ങാനും എന്നെ തൊട്ട അവനെ ഞാൻ. നീ എന്തു ചെയ്തി അവനെ? പറഞ്ഞുകൊണ്ട് റീന അവൾക്ക് നേരെ അടുത്തും അവരുടെ നടുവിൽ ഒരാൾ കയറുന്നിരുന്നു. മമ്മി മതി, ഒന്ന് നിർത്ത്. എന്താ ഇത്? നേരെ വെളുത്തപ്പോഴേ തുടങ്ങിയോ? അലക്സ് ആണ് റീനയുടെ രണ്ടാമത്തെ മകൻ. അവളധികം ഇഷ്ടമൊന്നുമില്ല, എങ്കിലും ചിലപ്പോൾ തോന്നും വെറുപ്പില്ലെന്ന്. നീ കേട്ടോ അലക്സ് ഇവള് പറഞ്ഞ്? റീന അവൾ നോക്കി പറഞ്ഞു. അവളുടെ അടുത്തേക്ക് നീങ്ങുന്ന അലക്സ്. ജോൽ, നീ ആവശ്യമില്ലാത്ത പറയരുത്. ചേട്ടായി അകത്ത് റൂമിൽ കിടന്നു ഞാനിപ്പോ കണ്ടതാ. അതിന് ആളൊരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ ആളുടെ റൂമിലേക്ക് പോയിരുന്നു. റൂമിൽ കയറിയതും വാതിൽ വലിച്ചടച്ചു. ശേഷം ആ വാതിലിൽ ചാരി നിന്ന് കൺകോണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ കവിളിനെ പുണർന്നതും ആ സ്കാർഫ് കൊണ്ട് തുടച്ചു. കണ്ണതിൽ ഉടക്കിയതൊന്നും മണത്തു. പൊന്നേ. അന്നമ്മയുടെ വിളി കേട്ടതും മുഖം അമർത്തി തുടച്ചുകൊണ്ട് ആ സ്കാർഫ് ദേഹത്ത് കൂടി ഇട്ടുകൊണ്ട് ആ കട്ടിലിന്റെ അടുത്ത് പോയി മുട്ടൂത്തിയിരുന്നു. ഇത് എന്നതാ നെറ്റിയില്? എന്തു പറ്റി? വീണുപോയോ? അവരുടെ കണ്ണുകൾ പരിഭ്രമത്തോടെ അവരുടെ മുഖമാകെ ഓടി നടന്നു. എന്റെ അന്നമ്മു, ഇങ്ങനെ ഒറ്റ ശ്വാസം ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? അവരെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഒന്ന് ബാലൻസ് തെറ്റിപ്പോയി. ഒരു കല്ലിൽ കയറി ഇങ്ങനെ പറ്റിയതാ, അല്ലാതെ എനിക്കൊന്നുമില്ല. നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ വേഗം തുണി മാറിയിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ പൂതനെ ഇളകും. എന്റെ മോളെ എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ? പറ. കിടപ്പിലാണെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഈ വലിയമ്മച്ചിക്ക്? ഏയ് അങ്ങനെയൊന്നുമില്ല അന്നമ്മു, ഒന്ന് വീണു, ഇനി വീഴില്ല കേട്ടോ പറയുകയും ആ സ്കാർഫ് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. ശേഷം മലമാര തുറന്ന് തന്റെ വസ്ത്രങ്ങൾക്കിടയിലേക്ക് വെച്ചു. പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മെഴുകുതിരി എടുത്ത് ഇവിടെ ആരോ കത്തിച്ചു വെച്ച ഒരു തിരിയിൽ നിന്ന് തീയെടുത്ത് അതിൻ്റെ ഇടയിൽ മെഴുകുതിരി വെച്ച് ഒരു ചെറിയ പുഞ്ചിരിയോടെ പ്രാർത്ഥിച്ചു അവൻ. ശേഷം ബുള്ളറ്റിൽ കയറി പള്ളിയിലേക്കുള്ള വഴിയിലൂടെ പതിയെ പോയി. കോളിംഗ് ബെൽ അമർത്തിയതും ഒരു 60-നോടടുത്ത് പ്രായം വരുന്ന ഒരാൾ വന്ന് വാതിൽ തുറന്നു. ആരാ? കണ്ണു തിരുമ്മിക്കൊണ്ട് അയാൾ ചോദിച്ചു. അത് ഫാദറിനെ കാണാൻ. ഞാൻ പാലായിൽ നിന്നാ. ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം കിട്ടി. ആൽബർട്ട് ഇമ്മാനുവൽ. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് നേരെ കൈകൂപ്പി. ഓ, അച്ഛൻ പറഞ്ഞിരുന്നു വരുമെന്ന്, പക്ഷെ ഇന്ന് വരുമെന്ന് വിചാരിച്ചില്ല. വാ, ഫാദർ നടക്കാൻ പോയിരിക്കുക, ഇപ്പൊ വരും. അയാൾ അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ക്ഷണിച്ചു. അത് കണ്ടത് ഒരു ചിരിയോടെ അവൻ അകത്തേക്ക് കയറി. അയാൾ ചൂണ്ടിക്കാണിച്ച സോഫയിലേക്ക് ഇരുന്നു. പുതിയ അച്ഛൻ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര വെളുപ്പിൽ വരുമെന്ന് കരുതിയില്ല. ഞാൻ ചായ എടുക്കാം. തോളി കിടന്ന തോർത്തുമുണ്ടൊന്ന് എടുത്തു കുടഞ്ഞ ശേഷം അടുക്കളയിലേക്ക് പോയി. ആൽബർട്ട് മേലെ ചെറുചിരിയോടെ സോഫയിലേക്ക് ചാഞ്ഞു. കറിവേപ്പില
കൊള്ളാം, അത് ഇഷ്ടമായി ജുവൽ. ആയിക്കോട്ടെ, പക്ഷേ അതിനു മുമ്പ് എനിക്കുള്ളത് തന്നിട്ട് പോയിക്കോ നീ. ചുമരിൽ ചാരി താടി ഒഴിഞ്ഞ് ഒരു വഷളം ചിരിയോട് അവളെ നോക്കി പറഞ്ഞവൻ. പുറന്നായി വിളിച്ചുകൊണ്ട് ആള് നോക്കാൻ മുന്നോട്ട് നടന്നവൾ. നീ നോയിക്കോ ജുവൽ, നിന്നെ ഒരു ദിവസം എൻ്റെ കൈ കിട്ടും. അന്ന് എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നിന്നെ ഞാൻ പൂട്ടും. അത് പറയുമ്പോൾ ഫെലിക്സിന്റെ ചുണ്ടിൽ ഒരു പുച്ഛം നിറഞ്ഞ ചിരി വിരിഞ്ഞു. പൊന്നെ, ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ? ജന്മദിനമല്ലേ? വൈകുന്നേരം പോണം, കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. ശരി, വരാന്നാ പറഞ്ഞ്, ഞങ്ങൾ ഒരുമിച്ച് പോയിക്കോളാം. പറഞ്ഞുകൊണ്ട് അവിടെ കവിളിൽ ഒന്ന് ഉമ്മച്ച ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അലമാരയുടെ അടുത്തെത്തിയതും അത് തുറന്ന് തന്റെ തുണികൾക്കിടയിൽ നിന്ന് ആ സ്കാർഫ് എടുത്ത് മുഖത്തോട് ചേർത്ത് മണപ്പിച്ചു. എന്റെ കർത്താവേ, ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ എന്തുകൊണ്ടാ എൻ്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നത്? ആ മുഖം, ആ ഭാവം എൻ്റെ ഹൃദയത്തിലൊരു വസന്തം തീർക്കും പോലെ. ഇതാണോ പ്രണയം? ആദ്യം കണ്ട കാഴ്ചയിൽ ആർക്കെങ്കിലും പ്രണയം തോന്നുന്നു? വല്യമ്മച്ചി പറഞ്ഞ പോലെ എന്നെ രക്ഷിക്കാമെന്ന രക്ഷകൻ. എന്തുകൊണ്ടോ എൻ്റെ മനസ്സങ്ങനെ അലമുറയിടുന്നു. ഒരിക്കൽ കൂടി ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിലെന്ന്. സ്കാർഫ് കഴുത്തിലൂടെ ഇട്ടു ശേഷം കണ്ണാടിയിൽ പൊട്ടിച്ചു വെച്ചൊരു കുഞ്ഞു പൊട്ട് നെറ്റിയിൽ തൊട്ടു. പണികളെല്ലാം ഒരുവിധം ഒതുക്കി പശുവിനെ കറന്ന് സൊസൈറ്റിയിലേക്കുള്ള പാലെടുത്ത് സൈക്കിളിൽ വെച്ച് മുന്നോട്ട് പോകും തോറും എന്തുകൊണ്ടോ ഹൃദയം ആരൊക്കെയോ തിരയും പോലെ തുടിക്കാൻ തുടങ്ങി. ആദ്യമായി കണ്ടുമുട്ടിയ ആ സ്ഥലത്തെത്തിയതും അവിടെ അറിയാതെ നിന്നുപോയി. ശേഷം ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. നിന്റെ നെറ്റിക്ക് തന്നെ പറ്റി കൊച്ചേ, എവിടെങ്കിലും വീണോ അതോ ആരെങ്കിലും വീഴിച്ചോ? സൊസൈറ്റിയോട് ചേർന്ന് ഒരു ചെറിയ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരൻ ചേട്ടൻ ആള് നോക്കി രാക്കിയ ചിരിയോടെ ചോദിച്ചു. സൈക്കിൾ അവിടെ നിർത്തി അയാളൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വീഴാമേലെന്ന നിയമം വല്ലതും ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ചേട്ടൻ ആ ചായ കുടിച്ചു കഴിഞ്ഞെങ്കിലേ പോവാൻ നോക്ക്. പറയുന്നതിനോടൊപ്പം സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ച് പാലും എടുത്ത് സൊസൈറ്റിയിലേക്ക് കയറി. ആഹാ, ഇതാര് ജുവൽ മോളോ? ഇപ്പൊ പള്ളിയിലേക്കൊന്നും കാണുന്നില്ലല്ലോ, എന്തുപറ്റി? കർത്താവിനെ വേണ്ടാന്നായോ? വികാരി അച്ഛന്റെ കുശിനിക്കാരനായ മത്തായി ചേട്ടൻ അവളുടെ അടുത്ത് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു. ഓ എന്റെ ചേട്ടാ, ഇരിക്കാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ പള്ളിയിലേക്ക് വരാൻ? ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്, ഞാനും ഷെറിനും. പറയുന്നതിനോടൊപ്പം പാലളക്കാൻ കൊടുത്തു അവൾ. അല്ല മത്തായി ചേട്ടാ, ഇന്നെന്താ പാല് കൂടുതൽ? പാൽക്കാരൻ ചോദിച്ചു. ഓ അതോ, ഒരു കൊച്ചച്ഛൻ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ എത്തിയത്. ആഹാ, പുതിയ അച്ഛൻ വന്നോ? ഒരു ചെറിയ അച്ഛനാ, ആദ്യമായിട്ട് ട്രാൻസ്ഫർ ആയത് ഈ പള്ളിയിലേക്കാണത്രേ. നല്ലൊരച്ഛൻ. അയാൾ പറയുന്നൊന്നും ജുവൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ അപ്പോഴും ആ കവലയാകെ പരതിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കൂടി അയാളെ കാണുമെന്ന പ്രതീക്ഷയോടെ. ശരി എടി. ചെമ്പരത്തി വെയിലിൽ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ ഓടിയിട്ട് വീട്ടിലേക്ക് നോക്കി വിളിച്ച് ജുവൽ. ഒരു പാവാടയും ടോപ്പും ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്റെ ജുവൽ ഇങ്ങനെ കാറാതെ, ഞാനിതാ വരുന്നു. അവൾ ആണ്ടിനൊരിക്കൽ പള്ളിയിൽ വരും, എന്നിട്ടോ എവിടെ ഇല്ലാത്തൊരു തിരക്കു. കയ്യിൽ നിന്ന് ഷോള് കഴുത്തിലൂടെ ചുറ്റിക്കൊണ്ട് പറഞ്ഞു ഷെറി. ജുവലിന്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ്. കപ്യാർ മത്തായി ചേട്ടന്റെ മകളാണ് ഈ ഷെറി. അവൾ അടുത്തേക്ക് വന്നൊന്ന് സൂക്ഷിച്ചു നോക്കി ജുവൽ. അല്ല, ഇന്നെന്താണ് ഒരു പ്രത്യേകത പോലെ? പൊട്ട്, പൗഡർ, എന്താണ്? എടി, നമ്മുടെ പള്ളിയിൽ പുതിയൊരു അച്ഛൻ വന്നിട്ടുണ്ട്. എന്നെ ഒരു ഗ്ലാമർ ആണെന്നോ? എന്റെ മോളെ, ഞാൻ കാലത്ത് അപ്പനെ കാണാൻ പള്ളിയിൽ പോയപ്പോ കണ്ടതാ. ശരിക്കും നമ്മുടെ പൃഥ്വിരാജിനെ പോലെ തന്നെ ഉണ്ട്. നോക്കി നിന്നു പോവെന്റെ ജുവലേ. ഷെറീൻ അത് പറഞ്ഞു. അവളുടെ കൈയൊന്നുള്ളി ജുവൽ. ദൈവകോപം പറയുന്നോടി, ആരും കേൾക്കണ്ട. എന്റെ കർത്താവേ, ഇവളോട് പൊറുക്കണേ എന്റെ ജുവൽ. എടി, സൗന്ദര്യം സൗന്ദര്യം എന്ന് പറയുന്ന ആസ്വദിക്കാനുള്ളതാ. അതിപ്പോ അച്ഛനാണോ എത്രാനാണോ നോക്കേണ്ട കാര്യമില്ല. നീ ഒന്ന് കണ്ണു നോക്ക്. സത്യം, നീ സ്നേഹിച്ചു പോവും. ഇങ്ങനെയൊക്കെ എന്തിനാണാവോ അച്ഛൻ പട്ടത്തിന് പോയത്? സങ്കടത്തോടെ തന്നെ പറഞ്ഞവൾ. എന്റെ ശരി, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? എനിക്ക് ഒരു അച്ഛനെയും വേണ്ട. എന്റെ വല്യമ്മച്ചി പറഞ്ഞ പോലെ എന്റെ രക്ഷകൻ ഇന്ന് വെളുപ്പിനെ ആനമലിൽ വന്ന് അവതരിച്ചിട്ടുണ്ട്. അവളൊരു ചെറിയ നാണത്തോടെ പറഞ്ഞു. അവളുടെ മുമ്പിൽ കയറുന്നു ഷെറി. സത്യാണോ? ആരാണത്? ഇനി വല്ല മിന്നൽ മുരളിയോ മറ്റാണോ? നിന്റെ ജീവിതത്തിലേക്ക് മിന്നലായി വന്നാണോ? എങ്കിൽ പുറകെ ഇടിയും മഴയുണ്ടാവും, ഷുവർ. അല്ല, അതിന് അങ്ങനെയാണല്ലോ. പറയുകയും ഒന്ന് ചിരിക്കുകയും ചെയ്തു അവൾ. എനിക്കറിയത്തില്ല ഷെറി, പക്ഷേ എനിക്കിഷ്ടമായി. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരാള് ഫെലിക്സിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മഞ്ഞിന്റെ പുതപ്പ് നീക്കി അവൻ വന്നു കയറിയത് എൻ്റെ ഇടനെഞ്ചിലേക്കാണ്. സത്യം, ഒന്നുകൂടെ കാണാൻ തോന്നുക. പറഞ്ഞുകൊണ്ട് ആ ചെറുതണുപ്പിൽ സ്വയം ചൂടേകാൻ കൈകൊണ്ട് പൊതിഞ്ഞു നിന്നു. എന്റെ അമ്മച്ചി, റൊമാൻറ്റിക് ജുവലേ, നീ നോയിക്കോ. കർത്താവ് നിനക്ക് കാണിച്ചു തരും നിന്റെ ആ രക്ഷകനെ. വാ. പറഞ്ഞുകൊണ്ട് അവളെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ആ കുത്തനെയുള്ള പടിക്കെട്ട് ഓടിക്കയറുമ്പോൾ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല, തന്റെ ജീവിതം പോലും മാറിമറിയാൻ പോകുന്ന വഴിയിലേക്കുള്ള പടികളാണ് താൻ കയറുന്നതെന്ന്.
വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ആളുകൾ കുറവായിരുന്നു. തിരി കത്തിച്ച് ശേഷം മുട്ടൂത്തിന്ന് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, അയാൾ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ജൂലൈ അയാളെ സ്നേഹിച്ചു തുടങ്ങി. അറിയില്ല ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനാവോ എന്ന്. എനിക്ക് തന്നേക്കണേ. എന്റെ കൺമുമ്പിൽ നമുക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരണേ. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മണം തന്നെ വീണ്ടും പൊതിയുന്ന പോലെ കണ്ണുകൾ അങ്ങനെ തന്നെ അടച്ചു പിടിച്ചു. ആ മണം തന്നിലേക്ക് ആവോളം ആവാഹിച്ചു. ശേഷം കണ്ണു വലിച്ചു തുറന്നു മുന്നിലുള്ള കർത്താവിന്റെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി കുരിശു വരച്ച് ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയതും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല അവിടെ. എന്നതാടി നീ അന്തം വിട്ടിരിക്കുന്നേ? ആരെയും നീ നോക്കുന്നേ? അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവിടുന്ന് ഓടി പുറത്തിറങ്ങി തന്റെ ഹൃദയം തുടിയൊട്ടി ആ മണത്തിന്റെ ഉടമയെ തേടി. പടികൾ ഇറങ്ങുന്നതും കയറുന്നതും ആരാണെന്ന് മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നാലുപാടും നോക്കി. എടി, ആ പോകുന്ന പുതിയ അച്ഛൻ. തന്റെ കൈ പിടിച്ചുകൊണ്ട് ഷെറിൻ പറഞ്ഞു. താല്പര്യമില്ലാതെ കണ്ണുകൾ അവൾ ചൂണ്ടിയിടത്തേക്കൊന്ന് നോക്കി. പടികൾ ഇറങ്ങി പോകുന്ന ലോഹയിട്ട ഒരാൾ. മുഖം കാണാൻ പറ്റിയില്ല. ഷെറിൻ അത് പറയുമ്പോൾ ജൂവൽ അവളുടെ പ്രണയത്തെ തേടുകയായിരുന്നു. ആ അകന്നു പോകുന്നത് തന്റെ പ്രണയമാണെന്നറിയാതെ, ജുവൽ മരിയുടെ പ്രണയമാണെന്നറിയാതെ. നെയ്ച്ചായ, ആ പെണ്ണിനെ അധികം നാൾ ഇവിടെ നിർത്താൻ പറ്റില്ല കേട്ടോ. ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ മോന്റെ തലയിലാവും. പറഞ്ഞില്ലാന്ന് വേണ്ട. റീന ജോണിന്റെ കയ്യിലേക്ക് ഷർട്ട് എടുത്തുകൊണ്ട് പറഞ്ഞു. നീ എന്താ റീന ഈ പറയുന്നത്? അങ്ങനെ പറഞ്ഞുവിട്ട അമ്മച്ചിയെ ആര് നോക്കും? നീ നോക്കുവോ? തൽക്കാലം അമ്മച്ചിയുടെ കാലം കഴിയുന്നവരോട് നിൽക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആ, നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ നാശത്തിന്റെ കുഞ്ഞ് അപ്പാപ്പായെന്ന് വിളിക്കും. നോയിക്കോ. ആരോ പറഞ്ഞു. ജോൺ അവർ രൂക്ഷമായി നോക്കി. എന്നെ ഇങ്ങനെ നോക്കി ദയിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞൊരു തെറ്റുമില്ല. നിങ്ങളുടെ മോൻ, അവന്റെ പോക്ക് ശരിയല്ല. പല പ്രാവശ്യം ഞാൻ കണ്ടതാ. അപ്പോഴെല്ലാം ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു. അവളെ എതിർത്ത് നിൽക്കുന്ന ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ച ഇച്ഛായ പറഞ്ഞില്ല എന്ന് വേണ്ട, കുടുംബത്തിന്റെ മാനം കപ്പൽ കയറും. അവനോട് സംസാരിക്കാൻ അറിയുന്ന കൊച്ചേ. അത് വേണ്ട, നിങ്ങൾ തോറ്റു പോവും. അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവൻ നിന്നു പോവും. അവൻ നിങ്ങളുടെ മകൻ തന്നെയാണ് തെളിയിച്ചുകൊണ്ടിരിക്കുക. പുച്ഛം നിറഞ്ഞ വാക്കുകളാൽ റീന അത് പറഞ്ഞ് മുറിവിടുമ്പോൾ ദേഷ്യത്തോടെ മേശയിൽ മുഷ്ടിയുരുട്ടി ആഞ്ഞുകുത്തി ജോൺ. ചാരുകസേരയിൽ ചാഞ്ഞിടന്ന് നെഞ്ചിലൊരു ബുക്കും വെച്ച് കണ്ണുകളടച്ച് കിടക്കുകയാണ് ഫാദർ ആൽബർട്ട്. അച്ചോ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാ. കഴിക്കാളെല്ലാം മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. പള്ളിയുടെ താഴെ എൻ്റെ വീട്. മത്തായി ചേട്ടൻ അവന്റെ അടുത്തൊന്ന് പറഞ്ഞു. മനോഹരമായി ഒന്ന് ചിരിച്ചു അവൻ. ശേഷം, എന്നാ മത്തായി ചേട്ടൻ പോയിക്കോളൂ, എനിക്കിനി ആവശ്യങ്ങളൊന്നുമില്ല. ശേഷം വീണ്ടും കസേരയിലേക്ക് ചാഞ്ഞു കിടന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞെടുക്കുന്ന ആകാശത്തിലേക്ക് നോക്കി അങ്ങനെ കുറച്ചകലെ വെളിച്ചവും ഇലകളുടെ അനക്കവും കണ്ടതും ടോർച്ചും എടുത്തുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് നടന്നു. സെമിത്തേരിയുടെ അടുത്ത് കാണുന്ന വെളിച്ചത്തിന്റെ ഉറവിടം തേടി. ഒരു ചെറിയ വെളിച്ചം. അതിനരികിൽ 4 പേര് വട്ടം ചുറ്റി ഇരിക്കുന്നുണ്ട്. അവർ പുകച്ചെള്ളുന്ന പുക അവിടമാകെ നിറഞ്ഞു. മദ്യത്തിന്റെ രൂക്ഷ ഗന്ധവും. ആരാ നിങ്ങളൊക്കെ? പള്ളിപ്പറമ്പിലാണോ ഇമാതിരി പണി കാണിക്കുന്നത്? അവൻ മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവരൊന്ന് തിരിഞ്ഞു നോക്കി. തന്റെ മുന്നിൽ ബോധമില്ലാതെ ആടി നിൽക്കുന്നവനെ കണ്ടതും ഒരു സംശയത്തോടെ നെറ്റി വിളിച്ച ആൽബർട്ട്. താനല്ലേ അന്ന് ആ പെൺകുട്ടിയെ? അത് കേട്ടതും ഫെലിക്സിന്റെ കണ്ണുകൾ ചെറുതായി കുറുകി. അവനും മുന്നോട്ടാഞ്ഞു വന്നു. ഇതെല്ലാം എടുത്തോണ്ട് പോയിക്കേ, ഇത് ഞാൻ വേണ്ടപ്പെട്ടവരെ അറിയിച്ചോളാം. അച്ചോ, ഇത് ഞങ്ങൾ ഇവിടെ സ്ഥിരമുള്ളവരാ, അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിലൊരാൾ പറഞ്ഞതും എന്നാ പിന്നെ ആ വിയർപ്പ് ഞാനങ്ങ് തുടച്ചോളാം. ഇപ്പൊ മക്കൾ യുവന്മാരെ കൂട്ടിയെല്ലാം പെറുക്കിയെടുത്ത് അങ്ങ് പോവാൻ നോക്ക്. ചെല്, ഇനി ഇതോടെ കണ്ടുകൂടാ. ഇതെന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗാ. വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയിരുന്ന ആൽബർട്ട്. ഈ അച്ഛൻ നമുക്ക് പണിയാവോ ഫെലിക്സേ? അല്ല, ഇതൊരു അച്ഛൻ തന്നെയാണോ അതോ ഗുണ്ടയോ?
ഇങ്ങനൊരു അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങോട്ട് വന്ന് പറഞ്ഞതും അവന്റെ തോളിൽ പിടിച്ചു. ശേഷം ചേർത്ത് നിർത്തിയവൻ, നമ്മുടെ എതിർഭാഗത്തുള്ള ആള് ശക്തനാണെങ്കിൽ നമുക്ക് എതിരിടാനുള്ള ഉണർവൊന്ന് കൂടും. അതൊരു പള്ളിയിലെ അച്ഛനും കൂടെ ആവുമ്പോ അവളെ എന്റെ ചൂണ്ടക്കുളത്തിൽ കുരിക്കാനുള്ള ഇരയാ ആ പോയത്. ആര്? നീ എന്തൊക്കെയാ പറയുന്നടാ? ആദ്യം നേരെ ഒതുക്കാൻ നോക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാനിങ് നടക്കത്തില്ല. ഓർത്തോ? എടാ പ്രാഞ്ചി, അത് നിനക്കിപ്പോ പറഞ്ഞ മനസ്സിലാവില്ല, കാണിച്ചു തരാം. അപ്പൊ ഒരു മൂലയിൽ പോയിരുന്ന് കളിയണ്ട മതി കേട്ടാ. പറഞ്ഞുകൊണ്ട് താടിയൊന്ന് ഒഴിഞ്ഞു. ശേഷം ഒരു ക്രൂരമായ ഒരു ചിരിയിരിച്ചു അവൻ. കിങ്ങിണി, ഒന്ന് വേഗം ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞ് എനിക്ക് വല്യമ്മച്ചിയെ നോക്കണം, എന്നിട്ടൊന്ന് കുളിക്കണം. പറഞ്ഞുകൊണ്ട് കിങ്ങിണിയുടെ തലയിലൂടെ തലോടിക്കൊണ്ട് കാടിവെള്ളം ഇളക്കി കൊടുത്തു. ശേഷം ചാണകം ഒരു മൂലയിൽ കോരിയിട്ടുകൊണ്ട് തൊഴുത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം മഴയിൽ നിന്ന് തുണിയെടുത്ത് കുളിക്കാൻ കയറി. കുളിച്ചിറങ്ങി ചെന്നപ്പോൾ വല്യമ്മച്ചി മുകളിലേക്ക് നോക്കി കിടപ്പാണ്. ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ കണ്ടെന്ന് മനസ്സിലായി, കരയുകയാണെന്ന്. അത് കണ്ടതും മുട്ടുകുത്തി കട്ടിലിന്റെ അടുത്തിരുന്നു. ശേഷം കൈ ഉയർത്തി ആ കണ്ണുനീർ തുടച്ചു. അന്നമ്മോ, എന്തിനാ കരയുന്നേ? പൊന്നെ, നിന്നെ ഓർത്തപ്പോ, എന്റെ കൊച്ചിന്റെ ഭാവി ഓർത്തപ്പോ. അതിനിപ്പോ എന്റെ ഭാവിക്ക് എന്താന്നാ കുഴപ്പം? അന്നമ്മോ, ഒരു സന്തോഷാർത്ത പറയട്ടെ, ആരോടും പറയരുതേ. അതും പറഞ്ഞുകൊണ്ട് ചെവിയുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ച ജുവൽ. അതെ, എന്റെ ആളിങ്ങി എത്തിയിട്ടോ, ഞാൻ കണ്ടു. കണ്ടപ്പോ ദേഹാകെ ഒരു കുളിനും തണുപ്പൊക്കെ തോന്നിപ്പോയി. പിന്നെ ആ മണം വന്ന് എന്നെ പൊതിയുന്ന പോലെ. ആരാ പൊന്നെ അവൻ? ഒരു ചിരിയോടെ ചോദിച്ചു വല്യമ്മച്ചി. ഒന്നേ കണ്ടുള്ളൂ, ഒന്നുകൂടി കാണട്ടെ, എന്നിട്ട് പറയാട്ടോ. എന്നാ അന്നമ്മ കിടന്നോ, ഞാൻ കുരിശ് വരച്ചിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവിടെ നെറ്റിയിൽ ഉമ്മ വെച്ച് അവൾ പുറത്തേക്ക് പോയി. എല്ലാവരും കഴിച്ച പാത്രം കഴുകി കമഴ്ത്തി വെച്ച് ചെറുതായി മഴ പെയ്യുന്ന കണ്ടതും ഗ്രില്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആഴയിൽ കിടക്കുന്ന വല്യമ്മച്ചിയുടെ തുണികൾ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മുന്നിൽ തടസ്സമായി നിൽക്കുന്നവനെ അവളൊന്ന് കൂർപ്പിച്ച് നോക്കി. ശേഷം ആ കൈ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു അവളെ കയറി പിടിച്ചു. അതുകൊണ്ട് അടിക്കാനായി കയ്യോങ്ങിയതും അവളുടെ കൈ അവൻ കയറി പിടിച്ചു. എന്നെ നിനക്കറിയില്ല ജുവൽ, നീ ഇങ്ങനെ കിടന്ന് പിടക്കുമ്പോഴാ എനിക്ക് കൂടുതൽ കൊതി പെണ്ണേ. കൈവിട് ഫെലിക്സേ. ഉറച്ചതായിരുന്നു അവളുടെ സ്വരം. അവൻ കൈവിട്ടതും അവൾ നടക്കാൻ തുടങ്ങിയതും. ആ നിക്കവിടെ, പറയട്ടെ. നിന്റെ മറ്റവനെ ഞാൻ കണ്ടു. എന്തോന്നാ? ആ രക്ഷകൻ. അവന്റെ വാക്കുകൾ കേട്ടതും മനമൊന്ന് കുളിർന്നു, ഹൃദയതാളം ഉയർന്നു. കണ്ടോ? എവിടെ വെച്ച്? ആ നിമിഷത്തിൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാണെന്ന് പോലും മറന്നുപോയിരുന്ന ജുവൽ. ആ, അപ്പൊ നിനക്ക് എന്നോട് മര്യാദക്ക് പെരുമാറാൻ അറിയാം. എന്താണ് നിനക്കൊരു ഇളക്കം? പ്രേമാണോ? ചോദിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖമടുപ്പിച്ചതും. ആണെങ്കിൽ നിനക്കെന്നതാ? നിന്റെ കാര്യം നോക്കി നീ. അതല്ല, നിന്റെ കെട്ട് നടത്തി തരാന്ന് പറയാമെന്നല്ലേ. എന്നതായാലും നിനക്കെന്നെ പിടിക്കില്ല. എന്നാ പിന്നെ ഞാൻ വരുന്നില്ല. നീ അവനെ പ്രേമിച്ചു. പപ്പയോടും മമ്മിയോടും ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാടി. കുടിലായി നിറഞ്ഞ ചിരിയോട് അവനത് പറയുമ്പോൾ കേട്ടൊന്ന് വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. സംശയത്തോടെയുള്ള നോട്ടം കണ്ടതും ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞ് ചിരിച്ചു അവൻ. അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം അകത്തേക്ക് കയറിപ്പോയി ജുവൽ. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നിന്നെ എന്റെ കാൽ കീഴിലിട്ട് ഞാൻ ഞെരിക്കും. ഇനി ഇതുപോലുള്ളൊരവസരം സ്വപ്നങ്ങളിൽ മാത്രം. അതും പറഞ്ഞ് ഗാഠമായി ചിരിച്ചുകൊണ്ട് അവനകത്തേക്ക് കയറിപ്പോയി. ഉറങ്ങാനായി കിടക്കുമ്പോൾ നിദ്ര കണ്ണുകളെ തഴുകാതെ നിന്നു. അവളുടെ കൺമുമ്പിൽ മഞ്ഞിൻ മറ നീക്കി അവളിലേക്ക് വരുന്ന ആ രൂപവും തനിക്ക് നേരെ നീട്ടിയ കൈകളുമായിരുന്നപ്പോൾ അവളുടെ മനസ്സിൽ നിറയെ. അവൻ കണ്ടിട്ടുണ്ടാവോ? അതവനെന്നെ പറ്റിക്കുകയാണോ? ഈ ജോലി പാവല്ലേ കർത്താവേ, ഒരിക്കൽ കൂടി കാണിച്ചു തരണേ. ഒരു കൂടും മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാം. കർത്താവേ, ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരുക മുഖം. ജോലി ഇന്നുവരെ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, എന്നാൽ ഇപ്പൊ ചോദിക്കുന്നു. അതാരാണെന്ന് അറിഞ്ഞുകൂടാ. ജോലിനെ തന്നേക്കണേ. പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശു വരച്ച് കണ്ണുകൾ തുറന്നതും മുന്നിലായി നിൽക്കുന്ന ഒരാളിലേക്ക് മാത്രമായി തറഞ്ഞതും കടുനീർ കവളിനെ തഴുകി ഒലിച്ചിറങ്ങിയിരുന്നു. രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറന്ന് പാൽ സൈക്കിളിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നടന്നിരുന്നു. ഗേറ്റ് കടന്ന് വഴിയിലേക്ക് ഇറങ്ങിയവൾ. മഞ്ഞ് ദേഹമാകെ പടരുമ്പോൾ ഒന്ന് കുളിർന്നു ശരീരം. എന്താണെന്നറിയാതെ മനസ്സൊന്ന് തുടിച്ചപ്പോൾ നാലുപാടും നോക്കിയവൾ. മഞ്ഞിനകമ്പടിയോടെ തന്നെ പൊതിഞ്ഞുടങ്ങുന്ന ആ മണം, അടുത്തു വരുന്ന ചെറിയ ടോർച്ചിന്റെ വെളിച്ചം. കാൽ നിശ്ചലമായി നിന്നുപോയി ജുവൽ. എന്നാൽ തന്നെയും കടന്ന് മുന്നോട്ട് പോകുന്ന ആളെ കണ്ടതും എന്തുകൊണ്ടോ സ്തംഭിച്ചു പോയിരുന്നവൾ. അതെ, തന്റെ വിളിയിൽ അയാൾ നിൽക്കുന്നതും ശേഷം തിരിഞ്ഞു നോക്കുന്നതും കണ്ടു. ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നു. ഹൃദയം ഇപ്പോൾ പൊട്ടി താഴെ വീണു പോകുമോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയിരുന്നു. ആളൊന്ന് നെഞ്ചിൽ കയ്യമർത്തി. തന്നിലേക്ക് നടന്നു വരുന്ന ആളെ കണ്ടതും ഉമിനീരിറക്കി തൊണ്ട നനച്ച് ജുവൽ. ആ താനോ? പേര്? അവൻ ഓർമ്മയിട്ട ആ നെറ്റിൽ വിരൽ വെച്ചു. ജുവൽ മരിയ. അവൾ പെട്ടെന്ന് പറഞ്ഞുവെങ്കിലും ചെറിയ നീരസം തോന്നിയിരുന്നു അവൾക്ക്.
താൻ പിന്നെ ഈ ഇരുട്ടത്ത് ഇറങ്ങിയോ? കുട്ടി വീട്ടിലുള്ള വേറെ ആരുടെങ്കിലും പറഞ്ഞൂടെ ഇതൊക്കെ? പെൺകുട്ടികളെ ഈ നേരത്തെ തനിയെ നടന്നുകൂടാ. അവനിൽ നിന്നും അത്രമേൽ ആർദ്രമായി കേൾക്കുന്ന വാക്കുകൾ കുടുങ്ങിക്കിടന്നിരുന്നവൾ. അത് ഇനി അവൻ വരില്ല. ആൽബർട്ടിന്റെ കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ ജോലിന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. അത് നന്നായി. എങ്കിൽ ഞാൻ ചെല്ലട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്കിനിയും കാണാം കേട്ടോ. ഒരു ചിരിയോടെ പറഞ്ഞ് നടന്നകലുന്നവന് കണ്ണും മിഴിച്ച് നോക്കി നിന്നുപോയി. അവിടെ തന്നെ നിന്നു അവൾ. അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പണികളെല്ലാം വേഗം ഒരുക്കി ഇറങ്ങി. റീനം എഴുന്നേറ്റാൽ പിന്നെ സമ്മതിക്കില്ല. അതിനു മുമ്പായി തന്നെ വല്യമ്മച്ചിയോട് അനുവാദം ചോദിച്ച് പുറപ്പെട്ടിരുന്നവൾ ഷെറിനെയും കൂട്ടി അവളുടെ കൈ പിടിച്ച് പടികൾ ഓടിക്കയറി മുകളിലെത്തിയതും ഒന്ന് കിതച്ചുകൊണ്ട് അവിടെ നിന്നുപോയി. അപ്പോഴേക്കും കുർബാന തുടങ്ങിയിരുന്നു. ജുവൽ, എടി നമുക്ക് കുറച്ച് മുന്നിലേക്ക് നിൽക്കാം, അച്ഛനെ കാണിച്ചു തരാം. ഷെറിൻ അങ്ങനെ പറഞ്ഞു. ജുവൽ കണ്ണുരുട്ടി കാണിച്ചു. പിന്നെ ചുണ്ടിൽ വിടുന്ന ചെറുചിരിയോടെ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. മുന്നിൽ നിന്നും കുർബാന ചൊല്ലുന്ന ആളിലേക്ക് ഒന്നേ നോക്കിയുള്ളൂ. ഹൃദയം വേദനയോട് അലമുറയിട്ട് കാഴ്ചയെ മറച്ചു. കണ്ണുനീരൊപ്പാൻ പോലും മറന്നുപോയി അവൾ. ഷെറിൻ അവളെ പിടിച്ചു വലിച്ചു. എടി നോക്കടി ജുവൽ, എന്തൊരു ഭംഗിയാണെന്ന്. നിനക്കും തോന്നില്ലേ ഒന്ന് പ്രേമിക്കാൻ? ചെവിയിൽ പതിയെ പറഞ്ഞതും അവളുടെ ശ്വാസം വിങ്ങുന്ന പോലെ തോന്നി. ഷെറിൻ കൈ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു പ്രതിമയെ പോലെ അവിടെ നിന്നുപോയിരുന്നു. അപ്പോഴും കണ്ണുകൾ മരവിച്ച പോലെ അയാളിൽ കുടുങ്ങിക്കിടന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഓസ്തി നാവ് നീട്ടി മേടിക്കുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ പരാജയപ്പെട്ടു നിന്ന് ജുവൽ. മിഴികൾ താഴ്ത്തി പ്രണയത്തോടെ നോക്കാൻ പേടിച്ചു. കരച്ചിൽ തൊണ്ടക്കുള്ളിൽ കിടന്ന് വിങ്ങിയതും ഷെറിന്റെ കൈവിട്ട് പള്ളിയിൽ നിന്ന് ഓടിയിറങ്ങാൻ തുടങ്ങിയതും ഒരാളിൽ ചെന്ന് ഇടിച്ചു നിന്നു. വെറുപ്പോടെ മുഖമുയർത്തി നോക്കിയതും തന്നെ നോക്കി വിജയിച്ചിരിയോടെ നിൽക്കുന്നവനെയും കടന്നു പോകാൻ തുടങ്ങിയതും അവളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. നായകനെ കണ്ടിട്ട് കഥാനായിക മിണ്ടാതെ പോവാണോ? എനിക്കെന്തായാലും ഇഷ്ടമായി, പെരുത്തി ഇഷ്ടമായി. നല്ല ചേർച്ച ജുവൽ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനത്തിലായിക്കോട്ടെ. അത് കേട്ടതൊരു പകപ്പോടെ. വീട്ടിൽ ഫെലിക്സ് തന്നെ. എന്താ? കേൾക്കാത്ത പോലെ അവളിലേക്ക് മുഖം അടുപ്പിച്ചതും വെറുപ്പോടെ മുഖം മാറ്റിയവൾ. വീട്ടിൽ എനിക്ക് പോണം. സങ്കടത്താൽ അത്രയും അവന്റെ മുഖം നോക്കി പറഞ്ഞു. അത് കേട്ടതും പഴയ ആ ശൗര്യം ഇല്ലല്ലോ ജുവലെ. കഥാനായകന്റെ യഥാർത്ഥ മുഖം കണ്ടപ്പോ പേടിച്ചു പോയോ? നിന്റെ രക്ഷകനല്ലേ. എന്തായാലും കൊള്ളാം, കുഞ്ഞാട് അച്ഛനെ കയറി തന്നെ പ്രേമിച്ചല്ലോ. ഫെലിക്സിന്റെ മുന്നിൽ ജീവിതത്തിൽ ആദ്യമായി തോറ്റുപോകുന്ന അറിഞ്ഞവൾ. എടി ജുവൽ, നീ എന്നതാ ഓടിപ്പോയത്? കുമ്പസാരിക്കുന്നില്ലേ? ഷെറിൻ ഓടി വന്ന് ചോദിച്ചോ. ഫെലിക്സിൽ ഒരു ചിരി വിരിഞ്ഞു. അപ്പോഴും കാണുകയായിരുന്നു ഷെറിൻ അവന്റെ മുന്നിൽ ആദ്യമായി നിറകണ്ണുകളോടെ നിൽക്കുന്ന തന്റെ ജുവലിനെ. അത് കണ്ടതും എടി എന്തിനാ നീ കരയുന്ന ജുവൽ? അവ കൂട്ടുകാരിയൊന്നും പറഞ്ഞില്ലയോ? ഷെറിൻ അവളൊരു വലിയ ഞെട്ടലോടെ നിൽക്കുക അല്ലേ ജുവൽ? അവന്റെ ഓരോ വാക്കുകളൊരു പേടിയോടെ കേട്ടു. അനർത്ഥം നടക്കാൻ പോകുന്ന പോലെ ഹൃദയം വിങ്ങി. എന്താടി കാര്യം പറയേ? അവളുടെ കൈ മുറുക്കെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഷെറിൻ. ഒന്നുമില്ല, പോവാൻ നമുക്ക്. പറഞ്ഞുകൊണ്ട് തലയിൽ നിന്ന് ഓർന്നു വീണ ഷോൾ എടുത്തിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയതും മുന്നിൽ കയറി നിന്നവൻ. അതെന്താ ജോലൊന്ന് കുമ്പസാരിച്ചിട്ട് പോ. പുതിയ അച്ഛനൊക്കെ വന്നല്ലേ, മനസ്സിലുള്ളതെല്ലാം പറഞ്ഞിട്ട് പോയാ മതി നീ. അതല്ലേ അതിൻ്റെ ഒരു ശരി. അത് പറയാൻ ആഗ്രഹിച്ച ആളോടാവുമ്പോ ഒരു സുഖവും കിട്ടും. എന്താ? ആളിലേക്ക് മുഖം അടുപ്പിച്ച് പറഞ്ഞു. വെറുപ്പോടെ കണ്ണുകൾ ഇറുക്കി അടച്ച് ജുവൽ. മുന്നിന്ന് മാറിക്ക് ഫെലിക്സേ, ഞങ്ങൾക്ക് പോണം. ഷെറിൻ അത്രയും പറഞ്ഞുകൊണ്ട് ജുവലിന്റെ കൈ പിടിച്ച് വലിച്ചു പോകുമ്പോൾ പോകുന്ന പോകിന് ഫെലിക്സിനെ ഒന്ന് കടുപ്പിച്ച് പോകാനും മറന്നില്ല ഷെറിൻ. അവൻ എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെയാ അർത്ഥം വെച്ച് പറയുന്ന പോലെ? ഒന്നുമില്ല. അങ്ങനെ പറയുമ്പോഴും ആളുടെ മുഖത്ത് നോക്കാനാവാതെ ആദ്യമായി ജുവലിന്റെ മിഴികൾ താഴ്ന്നു. എന്നതാണ് ഈ കോപ്പേ, നിന്റെ കണ്ണെന്താ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്? ഒരെണ്ണം ഞാനോട്ട് വെച്ചിരും കേട്ടോ, പറയാ. അത്ര നേരം ശാന്തമായി ചോദിച്ചിരുന്ന ഷെറിന്റെ ശബ്ദം കനത്തു. അത് കേട്ടതും ജുവൽ അവളെ വട്ടം കെട്ടി പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വീണ്ടും ശാന്തമായി ചോദിക്കാൻ തുടങ്ങി ഷെറിൻ. എന്താ മോളെ, എന്താ ഉണ്ടായി? നീ എന്തിനെങ്ങനെ കരയുന്നേ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അവനൊന്ന് പറഞ്ഞാൽ 10 പറയുന്നവളായിരുന്നു. എന്നാൽ ഇന്നെന്ത് പറ്റി? നിന്റെ മനസ്സിലെന്തോ വലിയ സങ്കടം കയറിയിട്ടുണ്ട്. നീ വാ, നമുക്കൊന്ന് കുമ്പസാരിച്ചിട്ട് പോവാം. അപ്പൊ ഈ മനസ്സൊന്ന് തണുക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഷെറിൻ അവിടെ കൈ പിടിച്ച് പളയിലേക്ക് തിരിഞ്ഞതും തന്റെ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു ജുവൽ. കണ്ണുകൾ അനുസരണയില്ലാതെ ചാലിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. വേണ്ടൻ തലയാട്ടി. ദയനീയമായിരുന്നു ആ രംഗം. ഷെറിന് പരിചിതമായിരുന്നില്ല അപ്പോഴത്തെ ജുവൽ മരിയ തോമസിനെ. അവൾ പറഞ്ഞു തുടങ്ങി. ഞാൻ തോറ്റു, എന്റെ പ്രണയം പറഞ്ഞു വിങ്ങിപ്പൊട്ടി. ഒരിക്കലും ഒന്നാവില്ല ഷെറിൻ. നീ ആളെ കണ്ടോ? ഈ പള്ളിയിലുണ്ടോ? ചോദിച്ചുകൊണ്ട് 4 പാട് നോക്കി ഷെറിൻ. അത് ജുവൽ പുറകിൽ നിന്ന് ശബ്ദം കേട്ടതും ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. ഒന്ന് നോക്കാൻ പോലും ആവാതെ ചുരിദാർ ടോപ്പിൽ കൈ മുറുക്കിയെന്ന് ജുവൽ. എടി കണ്ണൂർക്ക് അച്ഛൻ എന്ന് പറഞ്ഞ് ഷെറിൻ അവളെ നേരെ നിർത്താൻ നോക്കിയതും ആ കുഞ്ഞു തിളക്കമുള്ള കണ്ണുകളെ തന്നിലെ പ്രണയനിക്ക് താങ്ങാനാവുന്നില്ലെന്ന് മനസ്സിലായിരുന്ന അവൾക്ക്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താനെന്താണ് പരിചയമില്ലാത്ത പോലെ പോകുന്ന ജുവൽ? ആൽബർട്ടിന്റെ നേരത്തെ സ്വരത്തിലുള്ള വാക്കുകൾ കേട്ടതും മുഖത്ത് ഒരു ചിരി വരുത്തിയെന്ന ജുവൽ. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമായിരുന്നു. എന്താ ചോ? അത് നമ്മുടെ ഈ പള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്വയർ ഗ്രൂപ്പ് ഇല്ലല്ലോ. എനിക്കിവിടെ ആളുകൾ അത്ര പരിചയമില്ല, ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴാണ് മത്തായി ചേട്ടൻ പറഞ്ഞ് ഷെറീനും കൂട്ടുകാരും ജുവലും നന്നായിട്ട് പാടുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പാടാൻ കഴിവുള്ള കുട്ടികളെയും കൂട്ടിക്കോ. നമുക്ക് അടുത്ത ആഴ്ച തന്നെ തുടങ്ങാം. എന്താ? അതെന്താ ചോ, രണ്ടുപേരും റെഡിയാ? ഞാനില്ല, ഞാൻ പൊക്കോട്ടെ, സമയം പോയി. അത്രയും പറഞ്ഞ് ആൽബിയെ നോക്കുപോലും ചെയ്യാതെ അവൾ പടികളിറങ്ങി ഓടി. അച്ചോ, അത് കാര്യക്കണ്ട, ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. എനിക്കറിയുന്ന കുറച്ച് പിള്ളേരുണ്ട്, നമുക്ക് തുടങ്ങാം. പറഞ്ഞുകൊണ്ട് പടികളിറങ്ങി പോകുന്നവരുടെ പിറകിൽ ഓടിയിരുന്നു ഷെറി. ആൽബർട്ട് ഒരു ചിരിയോടെ തിരിഞ്ഞടന്നു. അപ്പോൾ കുറച്ചകലെ അവരെയും നോക്കി നിന്നിരുന്നു ഫെലിക്സ്. അപ്പൊ പുതിയ അധ്യായം ഇവിടെ തുടങ്ങിയ അച്ഛന്റെ പ്രണയം. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.